ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മോൻ്റെ കോൺവെക്കേഷന് പോയതിൻ്റേതായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ കാടും കുന്നും മലകളും എല്ലാം പോകുന്ന വഴിക്കുള്ള തമിഴ്നാടിൻ്റെ പ്രകൃതി ഭംഗിയാണ്, കേരളത്തിൻ്റേതും വളരെ മനോഹരമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് ഇതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ വണ്ടിക്കകത്ത് പാട്ട് ഓൾഡ് മലയാളം സോങ്സ് ഇട്ടിരിക്കുന്ന കാരണം ഇതൊന്നും കേൾപ്പിക്കാൻ പറ്റത്തില്ല, അതൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തലേ ദിവസമേ അവിടെ എത്തി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവൻ്റെ അവിടെ ഒരു ഗണപതി ഭഗവാനുണ്ട്, അവൻ തൊഴുന്ന, അദ്ദേഹത്തിനെയൊക്കെ കണ്ടു തൊഴുതു. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിന് മുമ്പേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആ ദർശനമെല്ലാം കഴിഞ്ഞ് കോളേജ് ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ പാർക്കിങ്ങൊന്നും ഒരു രക്ഷയില്ല. അന്ന് എല്ലാവരുടെയും ഒരു 3 ദിവസമായിട്ടാണ് നടക്കുന്നത്. അന്നത്തെ ദിവസം എന്ന് പറയുന്നത് MTechഉം PhDയും ഫെലോഷിപ്പ് കൊടുക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിനൊക്കെ ഇരിക്കാനുള്ള ഒരു വെയിറ്റിംഗ് ഷെഡാണ് കേട്ടോ, വെയിറ്റിംഗ് റൂമാണ്. അത് ആ കോൺവെക്കേഷൻ നടക്കുന്ന ഹാളിൽ നിന്നും വളരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വളരെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. നല്ലതത്, കാരണം എന്താണെന്നറിയോ, അതുകൊണ്ട് എന്താണ് പരിസരമെല്ലാം നീറ്റായിട്ടിരിക്കും. ഇവിടെ ഇതിനകം മുഴുക്കായിട്ട് ആഹാര സാധനം ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആഹാര സാധനം സപ്ലൈ ചെയ്താലും നീറ്റാണ് കേട്ടോ, അല്ലാതെ തട്ടിമറിച്ചൊക്കെ ഇട്ട് അവിടെ തിന്നിട്ട് ബാക്കി ഇട്ടിട്ട് അങ്ങനെ ഒന്നുമല്ല. അവിടെ ആയിട്ട് അവർ ഡസ്റ്റ്ബിൻ വെച്ച് അതിനകത്തേക്ക് ഇട്ട് അങ്ങനെ നീറ്റായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ ടീ, കോഫി, പിന്നെ എന്തായിരുന്നു സാധാ നോർമൽ വാട്ടർ, ഡ്രിങ്ക്സ് പോലെയുള്ള ഉണ്ടല്ലോ, കൂൾ ഡ്രിങ്ക്സൊക്കെ. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം ഫ്രീ ആണ്. അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേരെല്ലാം അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഗ്രൗണ്ടിലൊക്കെ. അപ്പോൾ അന്നേരം പിന്നെ ഞങ്ങളും ഇറങ്ങി ഓടി. പിന്നെ സമയം കിട്ടത്തില്ലല്ലോ, പിള്ളേരെ അടുത്തൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ട് വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഫോട്ടോ എടുപ്പൊന്നും നടക്കത്തില്ല. പിന്നെ അന്നേരം ഞങ്ങൾ ഇറങ്ങി ഓടിപ്പോയിട്ട് അവൻ്റെ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ എടുത്തു. പിന്നെ കഴിഞ്ഞ വർഷത്തിൻ്റെ അത്ര കഴിഞ്ഞ വർഷം മീൻസ് ബിടെക്കിന് എടുത്തതിൻ്റെ അത്ര പിള്ളേർക്ക് അങ്ങനത്തെ ഒരു ക്രേസ് ഇല്ല കേട്ടോ. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയതുകൊണ്ടായിരിക്കണം, കാരണം അവർക്ക് അന്ന് ഫോട്ടോഷൂട്ടൊക്കെ പ്രത്യേകം ഉണ്ടായിരുന്നു കോളേജിൽ നിന്ന് തന്നെ. അപ്പോൾ ഇന്നലെ ഇവൻ്റെ കോൺവെക്കേഷൻ്റെ തലേനാളും ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്തായാലും MTechഉം PhDക്കും ഒന്നും അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അവർ തനിയെ തന്നെ ഫോട്ടോസ് എടുക്കുന്നതാണ്, പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതാണ് കണ്ടില്ലേ, ലഞ്ചെല്ലാം അവിടെ ഇവിടേക്ക് വന്ന് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നല്ല രസമാണ്. പക്ഷേ എന്നാലും വളരെ നീറ്റാണ് കേട്ടോ, വളരെ നീറ്റാണ്. അതാണ് എനിക്കിഷ്ടം. ഇത് 99 ഏക്കർ വരുന്ന ഒരു കോളേജ് ക്യാമ്പസാണ്. ആണെങ്കിലും ഇവിടെ നല്ല കുട്ടികൾക്ക് നല്ലതാവാം, ഇല്ലാത്തവർക്ക് കുട്ടികൾക്ക് പിന്നെ ഞാൻ പറയാറുണ്ട് എപ്പോഴും സത്സംഗീസുമായിട്ട് വേണം നമുക്ക് കൂട്ടുവേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ്, നല്ലതാവാനും ചീത്തയാവാനും ഒക്കെ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ക്യാമ്പസാണിത് കേട്ടോ. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് എത്താൻ അറിഞ്ഞു പോലും കൂടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ പിള്ളേർക്ക് അവിടെ ഉള്ളതുകൊണ്ട് ഇവനക്ക് മോനെല്ലാം നന്നായിട്ട് അതുമായിട്ട് പരിചയമാണ്. പബ്ലിക് ബിൽഡിങ്ങിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ. ടീച്ചേഴ്സിനെ എല്ലാം കണ്ടു. അങ്ങനെ പിള്ളേരെല്ലാം അവിടെ ആയിട്ട് കൂടി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഹാറ്റ്സ് എല്ലാം മുകളിലോട്ട് ഇങ്ങനെ എറിയുന്നൊക്കെ ഉണ്ടായിരുന്നു. സന്തോഷം കൊണ്ട്. പിന്നെ ടീച്ചേഴ്സൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവന് PhD ചെയ്യണോ, ഇവിടെ ചെയ്യുന്നുണ്ടോ അതോ പുറത്തേക്ക് പോകുന്നുണ്ടോ. MTechന് ചേരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറന്മാർ, പുറത്തേക്ക് പോകുന്നതാവും നല്ലതെന്ന്. പുറത്ത് വേറെ കോളേജിൽ അവൻ അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു കോളേജിലേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം BTechൻ്റെ ഒരു ലാസ്റ്റ് സെമസ്റ്റേഴ്സിൻ്റെ ഒരു ധൃതിയായിരുന്നു. അപ്പോൾ അന്നേരം അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, റാങ്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അഡ്മിഷൻ തുടങ്ങാനായിട്ട് ഇവിടുത്തെ BITയേക്കാളും 1.5 months ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ അഥവാ സപ്പോസ് നമുക്ക് റാങ്കിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ഫീസ് അടയ്ക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ.
അപ്പോൾ ഇവിടെയും ഉണ്ടായിരുന്നു പേരിൽ. അപ്പോൾ അന്നേരം പിന്നെ അച്ഛൻ പറഞ്ഞു അത്രയും ലേറ്റ് ആവണ്ട, 1.5 months അഥവാ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അവൻ ഇവിടുന്ന് പോകുന്നതല്ലേ, VITന്ന് പോകുന്നതല്ലേ, അങ്ങനെ വെച്ച് വെയിറ്റ് ചെയ്തില്ല നമ്മൾ, അങ്ങനെ പറഞ്ഞാൽ മതി ചുരുക്കം. അപ്പോൾ തന്നെ അങ്ങ് ജോയിൻ ചെയ്തു. പിന്നെ റീഫണ്ടൊന്നും ഇല്ല, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇരുന്നു. അപ്പം പിന്നെ ഈ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ കൂടെയും ഇതിനകത്ത് ഹാളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന റഷാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കാൻഡിഡേറ്റിൻ്റെ കൂടെ ഇപ്പം ഞാനും അച്ഛനും ഉണ്ടായിരുന്ന പോലെ അമ്മയച്ഛനും മാത്രമല്ല, അപ്പൂപ്പൻ, അമ്മൂമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ ഒക്കെ ഉണ്ട് കേട്ടോ ഓരോ കുട്ടികളുടെ കൂടെയും. അപ്പോൾ അങ്ങനെയാണ് 5-6 പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ആ ഹാള് മുഴുക്ക ഇത്രയും ആൾ വന്നത് കേട്ടോ. കാരണം അവിടെ വെയിറ്റിംഗ് ഷെഡിലിരിക്കുമ്പോൾ ഞാൻ കണ്ടു, ഭക്ഷണം കൊടുക്കാനുള്ള ടോക്കൺ കൊടുക്കുന്ന സമയത്ത് ഓരോ കുട്ടികളും 5 ടോക്കൺ വീതമാണ് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ടു 5-6 എണ്ണം വീതമാണ്. കണ്ടോ ഇത്രയും ആൾക്കാർ, ഒരു കാൻഡിഡേറ്റിൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല, നിറച്ച് എൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കമ്പ് കുത്തി നടക്കുന്ന അപ്പൂപ്പൻ വരെ ഉണ്ടായിരുന്നു, അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇത്രയും റഷ് വരുന്നത്. ഞാൻ വിചാരിച്ചിരുന്നു മോൻ്റെ കോൺവെക്കേഷൻ സമയത്തിന് എൻ്റെ ബ്രദേഴ്സും ഫാമിലിയൊക്കെ ആയിട്ട് പോകണം എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത്. BTech ടൈമിനെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് കോൺവെക്കേഷൻ ആദ്യം ഓറിയൻറ്റേഷൻ, MTech ഓറിയൻറ്റേഷൻ ടൈമിനും 1 മാസത്തിന് മുമ്പേ അവൻ്റെ ലാസ്റ്റ് പ്രോജക്റ്റ് സബ്മിഷനൊക്കെ പോകുന്ന സമയത്ത് ഇൻറ്റേൺ കഴിഞ്ഞിട്ട് റിവ്യൂൻ്റെ ടൈമിന് പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ആയിരിക്കും. അപ്പോൾ അന്നേരം ഇവിടെ ഓണം ലീവൊക്കെ വരുമല്ലോ, അപ്പോൾ ഓഫീസുകാർക്കും സ്കൂൾ കുട്ടികൾക്കും ഒക്കെ അവധി വരുമല്ലോ, അപ്പോൾ അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ഇവർ പെട്ടെന്ന് അറിയിച്ചത്. ഇങ്ങനെ മെയിൽ വന്നു, അവനിങ്ങനെ 16-ാം തീയതിയാണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ റൂം പോലും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് VIT എത്താറായപ്പോഴാണ് എങ്ങനെയോ ഒന്ന് ഭഗവാനായിട്ട് കൊണ്ടു തന്നെന്ന് പറഞ്ഞാൽ മതി കിട്ടിയത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. MTech ഫിനിഷാക്കി. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു ബ്രദേഴ്സും ഒക്കെ ആയിട്ട് പോയിട്ട് കുറച്ച് ചെന്നൈയെല്ലാം നിന്നിട്ട് വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ എത്ര നേരത്തെ ആയതുകൊണ്ട് അവർക്കെല്ലാം ഓഫീസുണ്ട്. പിന്നെ എൻ്റെ ലാസ്റ്റ് ബ്രദറിൻ്റെ മോനാണ് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നത്, അവനും സ്കൂളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അവനിപ്പോൾ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ എന്തോ പോയിരിക്കുന്നു സ്വിമ്മിങ്ങിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പറ്റിയിട്ടില്ല, നമ്മൾ മാത്രം പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.